നിന്റെ പ്രാർത്ഥനകൾ പാഴായോ? നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുയരുന്നൊരു ചോദ്യം ഞാൻ കേൾക്കുന്നു. കർത്താവേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, എന്റെ പ്രാർത്ഥനകളെല്ലാം പാഴായോ? എൻ പ്രിയപ്പെട്ടവനെ, എൻ പ്രിയപ്പെട്ടവളെ, നീ ഇന്നെന്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നു. നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുയരുന്നൊരു ചോദ്യം ഞാൻ കേൾക്കുന്നു. കർത്താവേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, എന്റെ പ്രാർത്ഥനകളെല്ലാം പാഴായോ? നീയത് വാക്കുകളിൽ പറഞ്ഞില്ലെങ്കിലും നിന്റെ കണ്ണീരിൽ ഞാനത് വായിച്ചു. നീ രാത്രികളിൽ കരഞ്ഞു, നീ പ്രാർത്ഥിച്ചു, നീ പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്നിട്ടും കാര്യങ്ങൾ മാറിയില്ല, രോഗം മാറിയില്ല, ബന്ധങ്ങൾ പൊളിഞ്ഞു, വാതിലുകൾ അടഞ്ഞു. അപ്പോൾ നീ ചോദിച്ചു, എൻ പ്രാർത്ഥനകൾ സ്വർഗ്ഗത്തിലെത്തിയോ? എൻ പ്രിയമേ, ഒരൊറ്റ പ്രാർത്ഥനയും ഞാൻ കേൾക്കാതെ പോയിട്ടില്ല. നീ ചിന്തിക്കുന്നതുപോലെ പ്രാർത്ഥനകൾ സ്വർഗ്ഗത്തിലേക്ക് പോയി വീഴുന്ന കല്ലുകളല്ല, അവ എന്റെ ഹൃദയത്തിൽ പതിയുന്ന കണ്ണീർ തുള്ളികളാണ്. ബൈബിൾ പറയുന്നു, നിന്റെ കണ്ണീർ എന്റെ ചില്ലുകുപ്പിയിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനം 56:8. നീ മറന്നാലും ഞാനവ സൂക്ഷിക്കുന്നു. നീ ചോദിക്കുന്നു, എങ്കിൽ എന്തുകൊണ്ടുത്തരം വന്നില്ല? എൻ പ്രിയമേ, എന്റെ നിശ്ശബ്ദത നിഷേധമല്ല. ഞാൻ നിശ്ശബ്ദനായി നിന്നപ്പോൾ പോലും ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. നിനക്കോർമ്മയുണ്ടോ ലാസറിന്റെ കഥ? മാർത്തയും മറിയയും എന്നെ വിളിച്ചു, കർത്താവേ, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. എനിക്ക് പോകാമായിരുന്നു, പക്ഷെ ഞാൻ വൈകി. അവർ കരഞ്ഞു, അവർ കുഴഞ്ഞു, അവർ ചോദിച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യോഹന്നാൻ 11:25. എന്റെ വൈകിപ്പ് അവരുടെ വിശ്വാസത്തെ നശിപ്പിക്കാനായിരുന്നില്ല, അത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനായിരുന്നു. നീ ഇന്ന് കരുതുന്നതുപോലെ എന്റെ സമയം തെറ്റിയില്ല. നിന്റെ സമയമല്ല എന്റെ സമയം. എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളല്ല. യേശയ്യാ 55:8. നിനക്കെനിക്കിപ്പോൾ ഉത്തരം തന്നില്ലെങ്കിലും അത് നിന്നെ ശിക്ഷിക്കാനല്ല. നിനക്ക് താങ്ങാൻ കഴിയാത്തത് ഞാൻ ഒരിക്കലും നിനക്ക് നൽകില്ല. നീ ചോദിക്കുന്നു, എന്റെ പ്രാർത്ഥനകൾ കൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നോ? എൻ പ്രിയമേ, മാറ്റം ആദ്യം സംഭവിച്ചത് ചുറ്റുപാടിലല്ല, നിനക്കുള്ളിലാണ്. നീ മുമ്പുപോലെയല്ല. നിന്റെ ഹൃദയം തകർന്നിട്ടുണ്ടെങ്കിലും അത് കൂടുതൽ മൃദുവായി. നിന്റെ കണ്ണുകൾ കൂടുതൽ കരുണയുള്ളതായി. നിന്റെ വിശ്വാസം കണ്ണാൽ കാണുന്നതിൽ നിന്ന് എന്നെ വിശ്വസിക്കുന്നതിലേക്ക് വളർന്നു. എന്റെ പദ്ധതി നിന്റെ വേദനയേക്കാൾ വലുതാണ്. നീ കാണുന്നില്ലെങ്കിലും ഞാൻ നിന്റെ വഴിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, തന്റെ മുള്ളു നീങ്ങാൻ, 3 തവണ. എന്നാൽ ഞാൻ പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. 2 കൊരിന്ത്യർ 12:9. ഞാൻ മുള്ളെടുത്തില്ല, പക്ഷേ അവനെ താങ്ങാൻ ശക്തി നൽകി. ചില പ്രാർത്ഥനകൾ കാര്യങ്ങൾ മാറ്റുന്നില്ല, അവസ്ഥകൾ മാറ്റുന്നില്ല, പക്ഷേ അവ നമ്മളെ മാറ്റുന്നു, നിന്നെ എന്നോടടുപ്പിക്കുന്നു. നീ ചോദിക്കുന്നു, എങ്കിൽ ഞാൻ ഇനിയും പ്രാർത്ഥിക്കണമോ? അതെ, എൻ പ്രിയമേ, പ്രാർത്ഥന നീ എന്നെ മാറ്റാൻ ഉപയോഗിക്കുന്ന ആയുധമല്ല. പ്രാർത്ഥന നീ എന്നോടൊപ്പം ഇരിക്കുന്ന സ്ഥലമാണ്. നിന്റെ വാക്കുകൾ തീർന്നാലും നിന്റെ നിശ്ശബ്ദത എനിക്ക് പ്രാർത്ഥനയാണ്. നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഞാൻ പറയുന്നു, കഷ്ടപ്പെടുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എന്റെ അടുക്കൽ വരുവിൻ. മത്തായി 11:28. നിന്റെ പ്രാർത്ഥനകൾ പാഴായിട്ടില്ല. അവ നിന്റെ ജീവിതത്തിന്റെ അടിത്തറയിൽ ഞാൻ സ്ഥാപിച്ച കല്ലുകളാണ്. ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ വിട്ടുകളയരുത്. നീ പ്രതീക്ഷ ഉപേക്ഷിക്കരുത്. നിന്റെ കണ്ണീർ അവസാന വാക്കല്ല. എന്റെ പദ്ധതി നിന്റെ വേദനയേക്കാൾ വലുതാണ്. നീ കാണുന്നില്ലെങ്കിലും ഞാൻ നിന്റെ വഴിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എൻ പ്രിയപ്പെട്ടവനെ, എൻ പ്രിയപ്പെട്ടവളെ, നിന്റെ പ്രാർത്ഥനകൾ പാഴായിട്ടില്ല. അവ പൂക്കാൻ സമയമെടുക്കുന്നു. നീ കാത്തിരിക്കുക. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഇന്നും എപ്പോഴും. ആമേൻ.